ഒരു പോസിറ്റീവ് തോട്ട്, ഒരു ശുഭചിന്ത ഒരു ദിവസത്തേക്ക് എന്ന് പറയാറുണ്ട്. ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്താൽ മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം അവയെ സ്വീകരിക്കാനുള്ള മാനസിക ശക്തി കൂടി വികസിപ്പിക്കാൻ സാധിക്കും. ഏതൊരു കാര്യത്തിൻ്റെയും നല്ലത് കാണാൻ സാധിക്കുക എന്നത് തന്നെയാണ് ദിവ്യദർശനം. നിങ്ങൾക്കേവർക്കും ദിവ്യദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ദിവ്യദർശനത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കുന്നത് എങ്ങനെ എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ബ്രഹ്മകുമാരീസ് കോഴിക്കോട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുന്ന ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ ഒരു പുതിയ സീരീസ് ദിവ്യദർശനം എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും സന്തോഷമായിരിക്കാൻ. എല്ലാവർക്കും ആഗ്രഹമാണ്. എപ്പോഴും ചോദിച്ചാൽ, പക്ഷേ ആളുകൾ ചോദിച്ചാൽ പറയും സന്തോഷം ഇല്ല, പക്ഷെ ദുഃഖമാണ്. എപ്പോഴും അവർക്കൊരു ദുഃഖത്തിൻ്റെ കാര്യങ്ങളാണ് അധിക പേർക്കും പറയാനുള്ളത്. നമ്മൾ നോക്കിയാൽ കാണുന്നത് അങ്ങനെയാണ്. എപ്പോഴും സന്തോഷമായിരിക്കാൻ എന്താണ് ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം, സന്തോഷം എന്തുകൊണ്ട് കുറയുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സന്തോഷമായിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ഒരാളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ നിറവിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. തീർച്ചയായും നമ്മൾ പറയാറുണ്ടല്ലോ, നിറകുടം തുളുമ്പാറില്ല എന്ന്. അപ്പം നമ്മുടെ ഉള്ളിൽ നിറവുണ്ട് എങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർ എന്നെ സന്തോഷിപ്പിക്കാൻ, ഇപ്പോൾ ഒരു ബന്ധം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിട്ട് ഒന്ന് പരിചയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന എയിം വിചാരിക്കുന്നത് അവരിലൂടെ എനിക്ക് സന്തോഷം കിട്ടും, ഇവരിലൂടെ എനിക്ക് സന്തോഷം കിട്ടും. ആ സന്തോഷമാണെങ്കിൽ എപ്പോഴാണ് ഞാൻ സന്തോഷിക്കുക എന്ന് ചോദിച്ചാൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെന്നോട് പെരുമാറിയാൽ ഞാൻ സന്തോഷമായിരിക്കും. ഒന്ന് മറിച്ച് പറഞ്ഞു നോക്കിയാൽ, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്കിഷ്ടമുള്ള പോലെ അവർ പെരുമാറിക്കൊള്ളണമെന്ന്. അതിൻ്റെ വേറൊരു വശം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അവർക്ക് ഇഷ്ടം എന്തായിരിക്കാം, ചിന്തിക്കാൻ പോലും നമ്മൾ റെഡിയാവുന്നില്ല. അങ്ങനെ എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് എത്ര കിട്ടണം 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 എന്നുള്ളതായിട്ടുള്ള പ്രതീക്ഷയുണ്ടോ, എക്സ്പെക്ടേഷൻ എത്ര കൂടുതലാണോ, അത്രയും കൂടുതൽ നമ്മുടെ സന്തോഷം കുറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. പ്രതീക്ഷകൾ കൂടുമ്പോൾ സന്തോഷം ഓട്ടോമാറ്റിക് കുറയും. ശരിക്കും നോക്കിയാൽ നമ്മുടെ പ്രതീക്ഷകളെ നേട്ടങ്ങൾ കൊണ്ട് ഹരിച്ച് കിട്ടിയാൽ അത് നമ്മുടെ സന്തോഷം എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല പറയുകയാണെങ്കിൽ, പ്രതീക്ഷകളെ നേട്ടങ്ങളും നമ്മുടെ പ്രോഫിറ്റുമായിട്ട് ഹരിക്കുക. പ്രതീക്ഷകളെ നേട്ടങ്ങൾ കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ എന്താണ് ഉത്തരം നോക്കിയാൽ അതായിരിക്കും നമ്മുടെ ഹാപ്പിനെസ്. മീൻസ് ഞാൻ ഇത്ര പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന്, അത് എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ട് അത്രയായിരിക്കും എൻ്റെ ഹാപ്പിനെസ്. ഇന്നത്തെ സ്റ്റേജിൽ മനുഷ്യന്മാരുടെ ഹാപ്പിനെസ് ഇതിൻ്റെ ആധാരത്തിലാണ്. അതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന്മാർക്കും മറ്റൊരാൾക്ക് വേണ്ടി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പെരുമാറാനായിട്ട് സാധിക്കാറുമില്ല. അപ്പം എത്ര നിങ്ങൾ എനിക്കിഷ്ടമില്ലാത്ത പോലെ പ്രവർത്തിക്കുന്നുണ്ടോ അത്രയും ഞാൻ ഹാർട്ടായിക്കൊണ്ടിരിക്കും, എൻ്റെ ഉള്ളിൽ മുറിവേറ്റുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം മുറിവേൽക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ എനർജി നഷ്ടമായിക്കൊണ്ടിരിക്കും. ആ എനർജി നഷ്ടമാവുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ അവർ അങ്ങനെ എനിക്ക് ചെയ്തു തരണം, ഇവരെനിക്ക് ഇങ്ങനെ ചെയ്തു തരണം, എൻ്റെ ഓഫീസിലുള്ളവരെന്നോട് ഇങ്ങനെ പെരുമാറണം, വീട്ടിലുള്ളവരിങ്ങനെ പെരുമാറണം, എൻ്റെ അയൽപ്പക്കക്കാരിങ്ങനെ എന്നോട് പെരുമാറണം, അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടണം എന്നുള്ളതായിട്ടുള്ള പ്രതീക്ഷ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, നടക്കാൻ കഴിയാത്ത ആൾക്കാർ വടി കുത്തിപ്പിടിച്ച് നടക്കാറുണ്ട്. അതുപോലെ എനിക്ക് സ്വയം എൻ്റെ ഉള്ളിൽ ആ ശക്തി ഇല്ലാത്തത് കൊണ്ട്, നിറവില്ലാത്തത് കൊണ്ട്, സന്തോഷമില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ ആധാരമാക്കിക്കൊണ്ട് എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് മനുഷ്യന്മാർക്ക് അവരെ സന്തോഷം കുറഞ്ഞു പോകുന്ന അവസ്ഥ. പലപ്പോഴും അവർ ഇങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എൻ്റെ വിഷമം എന്ന് പറയുമ്പോൾ, അവർ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കേണ്ടതെന്നോ അവർക്ക് സന്തോഷമാവത്തക്ക രീതിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. ഈ പരാതി പറയുന്ന സങ്കടത്തിൻ്റെ ലിസ്റ്റ് നിരത്തുന്നവരുണ്ടല്ലോ, അവരോടൊന്ന് ചോദിച്ചു നോക്കി, അവർ പറയും അവരിങ്ങനെയാണ് പെരുമാറുന്നത്, ഹസ്ബൻഡ് ഇങ്ങനെ പെരുമാറുന്നു, വൈഫ് ഇങ്ങനെ പെരുമാറുന്നു, എൻ്റെ മോൻ ഇങ്ങനെ പെരുമാറുന്നു, എൻ്റെ ഇൻലോസ് ഇങ്ങനെ പെരുമാറുന്നു, എൻ്റെ അമ്മ ഇങ്ങനെ പെരുമാറുന്നു, അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നു. ഇങ്ങനെ നോക്കിയാൽ എന്നോട് ശരിയായിട്ട് പെരുമാറുന്നില്ല എന്നുള്ളതിൻ്റെ ലിസ്റ്റ് അവരുടെ അടുത്തുണ്ടായിരിക്കും. നേരെ തിരിച്ചൊന്ന് ചോദിച്ചു നോക്കിയാലോ, അവരുടെ സന്തോഷിപ്പിക്കത്തക്ക രീതിയിൽ എൻ്റെ ഭാഗത്ത് എത്ര പെരുമാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് ചോദിച്ചാലോ, അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല.
അവർ ഹാപ്പി ആവാൻ വിധത്തിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടോ, അവരെ സന്തോഷിപ്പിക്കുന്ന എന്താണ്, അവരുടെ സന്തോഷം എന്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ആത്മാവിൻ്റെ ഉള്ളിൽ, ഒരു വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവരുടെ ഉള്ളിലതായിട്ടുള്ള എനർജി അല്ലെങ്കിൽ സോഴ്സ് കുറയുന്നതിനനുസരിച്ചാണ് അവർ മറ്റുള്ളതിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആഗ്രഹിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് അഥവാ എൻ്റെ സന്തോഷം കുറയുന്നുവെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ട കാര്യം എൻ്റെ ഉള്ളിൽ എനർജി കുറയുന്നുണ്ട് എന്നാണ്. അതല്ലാതെ അവരെൻ്റെ സന്തോഷം പോയതിൻ്റെ ഉത്തരവാദി, ഇവരെൻ്റെ സന്തോഷം പോയതിൻ്റെ ഉത്തരവാദിയല്ല, ഞാനാണ് എൻ്റെ സന്തോഷം പോകുന്നതിൻ്റെ ഉത്തരവാദി. പക്ഷേ എൻ്റെ ഉള്ളിൽ കുറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കും, അവിടെയാണ് നമുക്ക് നിരാശ വരുന്നത്, പ്രോബ്ലംസ് വരുന്നത്. അതെ, അതുകൊണ്ട് നേരെ തിരിച്ച് പ്രതീക്ഷിക്കാതെ അവർ തന്നാലും തന്നില്ലെങ്കിലും ഞാൻ കൊടുക്കും എന്ന ഒരു പ്രിൻസിപ്പിൾ സ്വന്തമാക്കി എന്ന് വിചാരിച്ചോളൂ. കൊടുക്കും തോറും ഒരു കാര്യം ഉറപ്പാണല്ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പോൾ എന്നോട് മോശമായി പെരുമാറുന്ന ഒരാളോട് ഞാൻ കുറച്ച് നന്നായി പെരുമാറിയെന്ന് കരുതി നെക്സ്റ്റ് മൊമെൻറ്റിൽ അവരോട് നന്നായി പെരുമാറുന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ആ കൊടുത്തിട്ടതിൻ്റെ കണക്ക് എത്ര ഉണ്ടായിരുന്നു നമുക്കറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് കൊടുത്ത സാധനം എനിക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഞാൻ മറിച്ച് പോസിറ്റീവ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് വരുന്നൊരു ലിമിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ആ ലിമിറ്റിൻ്റെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ഹാപ്പി ആയിരിക്കും. പിന്നെ അവർക്ക് എന്നോട് മോശമായി പെരുമാറാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ലൈഫിൽ പലപ്പോഴും നമ്മൾ കാണില്ലേ, കുറേ കാലം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സഹിച്ച് അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഘട്ടം കഴിയുമ്പോൾ നീ ഇത്രകാലം എനിക്ക് വേണ്ടി ചെയ്തതിനൊന്നും എനിക്ക് ഓർക്കുമ്പോൾ തന്നെ വിഷമം വരുന്നു, ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ഭയങ്കര ശത്രുവായിരുന്ന ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്സായിട്ട് മാറുന്നത് കാണാം. ചില ഭാര്യ ഭർത്താക്കന്മാർ ശത്രുക്കളെ പോലെ പെരുമാറുന്നവരൊരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കപ്പെടുന്നത് കാണാം, ഫ്രണ്ട്സ് ബന്ധിപ്പിക്കപ്പെടുന്നത് കാണാം. പല റിലേഷനിലും നമ്മൾ കാണാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ ശത്രുക്കളെ പോലെ പെരുമാറി ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൽ ഒരാൾ ആ റിലേഷൻ നന്നാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് പറ്റില്ല, എത്രയ്ക്കും എനിക്ക് വേണ്ടി ചെയ്തവരാണ്, അവർക്ക് വേണ്ടി ഇനി എന്തും ഞാൻ ചെയ്യും എന്ന് പറയുന്നൊരവസ്ഥ. അവിടെയാണ് ആ അക്കൗണ്ട്, നെഗറ്റീവ് അക്കൗണ്ട് ക്രോസ് ചെയ്ത് പോസിറ്റീവിലേക്ക് മാറുന്നത്. ഇതേപോലെ എല്ലാ ഘട്ടങ്ങളിലും അതുകൊണ്ട് എൻ്റെ ലൈഫിൻ്റെ ഉള്ളിലെ ഹാപ്പിനെസ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെന്നോട് എന്ത് പെരുമാറുന്നു, ഇവരെന്നോട് എന്ത് പെരുമാറുന്നുണ്ടോ, അവർ പറയുന്നുണ്ടോ, ഇവർ പറയുന്നുണ്ടോ എന്നേക്കാൾ ഉപരിയായിക്കൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലെ പോസിറ്റിവിറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് എത്ര ഡെവലപ്പ് ആവുന്നുണ്ടോ അതും നമ്മൾ കാണാറുണ്ട് സമൂഹത്തിൽ. ചില റിലേഷൻസ് രണ്ടുപേരും ഉള്ളിൽ നിറവുള്ള റിലേഷൻ ആണെങ്കിൽ അന്യോന്യം ആദരവായിരിക്കും ഉണ്ടായിരിക്കുക. ഒരാൾ മറ്റൊരാളെ ബന്ധിപ്പിക്കാൻ നോക്കില്ല. രണ്ടുപേരും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരിക്കുന്ന ഫീൽഡിൽ പോകുന്ന ആൾക്കാർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായിട്ട്, നല്ല ഹസ്ബൻഡ് വൈഫായിട്ട്, നല്ല പാരൻസായിട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ ഉള്ളിൽ നിറവാണ്. അതുകൊണ്ട് മറ്റൊരാളെ ബന്ധിപ്പിക്കണം എന്ന് തോന്നുന്നില്ല, അവർക്ക് അവരോടും ആദരവാണുള്ളത്. അതുകൊണ്ട് ഒത്തുചേരുന്ന നിമിഷങ്ങൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് അവനവൻ്റെ ഫീൽഡുകളിൽ പൂർണ്ണമായി പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. തീർച്ചയായും ഈ പ്രതീക്ഷകളാണ് ശരിക്കും, അതായത് ഇപ്പോൾ ഈ ആദരവ് കൊടുക്കണമെങ്കിൽ പോലും അവർക്ക് പ്രതീക്ഷകൾ വളരെയധികം കുറച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. വ്യക്തികളുടെ ഉള്ളിൽ ആ പ്രതീക്ഷകൾ കൂടുമ്പോഴാണ് അവർക്ക് മറ്റുള്ളവർക്ക് ആദരവ് കൊടുക്കാൻ പോലും സാധിക്കാതെ അവരോട് വിദ്വേഷവും നിരാശയും ഒക്കെ തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷകളാണ് എല്ലാത്തിനും മെയിനായിട്ടുള്ള കാരണം. പക്ഷെ അവിടെ ചോദ്യം വരുന്നത് എന്താ വെച്ചാൽ, പ്രതീക്ഷകൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ ഒരാൾ ജീവിക്കുന്നില്ല. പ്രതീക്ഷകളാണ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി. അതെ. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ പ്രതീക്ഷകൾ ഏത് തരത്തിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷകൾ പോസിറ്റീവ് ആക്കി മാറ്റുകയാണോ വേണ്ടത്, പ്രതീക്ഷകളെ പാടെ ഇല്ലാതാക്കുകയാണോ വേണ്ടത് എന്നതിലൊരു കൺഫ്യൂഷൻ വന്നേക്കാം ഒരു പക്ഷേ. തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ ആധാരമാകുന്ന പ്രതീക്ഷ അതെന്തെന്ന് ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മീൻസ് എനിക്ക് എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു എയിം വേണം. എയിം ഇല്ലെങ്കിൽ പിന്നെ എവിടേക്കാണ് പോകുന്നത്, എന്തിനാ ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് ചിന്തിക്കില്ലേ മനുഷ്യന്മാർ. പലപ്പോഴും ഒറ്റപ്പെട്ട് പോകുന്ന പലരും വന്ന് പറയുന്ന കാരണം ഞാനിപ്പോൾ ആർക്ക് വേണ്ടി ചെയ്യാൻ, എന്ത് ചെയ്യാൻ, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ. വാസ്തവത്തിൽ സ്വന്തം ജീവിതത്തിനെ കുറിച്ച് ഒരു ലക്ഷ്യം നിശ്ചയിക്കുകയും ആ ലക്ഷ്യം എന്ന പ്രതീക്ഷയിലേക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, തൻ്റെ ജീവിതത്തിൻ്റെ മാർഗമായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആ പ്രതീക്ഷകളും ഒരു പക്ഷേ മുടങ്ങിപ്പോയാൽ അവർക്ക് നിരാശയായി മാറില്ല. അപ്പോൾ നമുക്ക് ആ പ്രതീക്ഷ മുടങ്ങിപ്പോവുക എപ്പോഴാണെന്നറിയോ, നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് തോട്ട്സ് വന്നാൽ മാത്രം. ഇതൊരു പക്ഷേ എത്ര വലിയ നമ്മുടെ ലൈഫിനുള്ള എത്ര ഹൈറ്റ്സ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ലക്ഷ്യം മറ്റു വ്യക്തികളെ ആധാരമാക്കിയല്ല എങ്കിൽ, എൻ്റെ വാല്യൂസിൻ്റെ ആധാരത്തിൽ, എൻ്റെ ടാലൻറ്റിൻ്റെ ആധാരത്തിൽ, എൻ്റെ ഉള്ള കഴിവിൻ്റെ ആധാരത്തിൽ, എൻ്റെ സാമർഥ്യത്തിൻ്റെ ആധാരത്തിലാണ് ഞാൻ എൻ്റെ ഡ്രീം അല്ലെങ്കിൽ എൻ്റെ ഒരു ലക്ഷ്യം നിശ്ചയിക്കുന്നതെങ്കിൽ അതൊരിക്കലും മറ്റൊരാൾക്ക്
തകർക്കാൻ സാധ്യമല്ല. അത് തകർക്കണമെങ്കിൽ ഞാൻ സ്വയം നിശ്ചയിക്കണം, സ്വയം നിരാശനാവണം, സ്വയം അതിനുവേണ്ടി പ്രവർത്തിക്കാതിരിക്കണം, എന്നാലേ അതിന് തകർക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ നടക്കുന്ന സമയത്ത് ഈ പ്രതലം ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു സുഖമായിട്ട് നടക്കാൻ കഴിയില്ല. നടക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ഈ ഭൂമി നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കുകയാണ്, സ്ട്രോങ് ആയി നിൽക്കുകയാണ്, അത് ഇളകുന്നില്ല. അപ്പോൾ ഇളകാത്ത ഒരു തറയിലൂടെ ഒരു മനുഷ്യന് സ്വസ്ഥമായിട്ട് നടക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം എന്നതായിരിക്കുന്ന ഒരു ലാൻഡ് ഞാൻ സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ ബാക്കി അതിലിടയ്ക്ക് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു പക്ഷേ വണ്ടി വന്ന് നമ്മൾ നിന്ന് കൊടുക്കാറുണ്ട്, അതവൻ കടന്നു പോട്ടെ എന്ന് വിചാരിക്കാറുണ്ട് അല്ലേ. മഴ വന്നാൽ ചിലപ്പോൾ കയറി നിൽക്കാറുണ്ട്, ആ മഴയൊന്ന് തുറന്നോട്ടേ പോകാമെന്ന് വിചാരിക്കുന്നു. വെയിൽ വന്നാൽ കുട പിടിക്കാറുണ്ട്, കാറ്റാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും ഈ യാത്രയിൽ ഇതെല്ലാം നമുക്ക് മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ പോകുന്നുണ്ട് എങ്കിൽ, കാരണം നിങ്ങളൊരു ലക്ഷ്യം ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് വിചാരിച്ച് പോകുന്നവരാണ് പോവുക. അതല്ലെങ്കിൽ അയ്യോ വെയിലാണ്, ഞാൻ തിരിച്ചു പോട്ടെ, നീ എവിടേക്ക് പോകാനാന്ന് ചോദിക്കും അല്ലേ. അതുപോലെ ജീവിതത്തിൻ്റെ യാത്രയിലും നമുക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള കാര്യം ഇതാണ്. ഞാൻ എന്തുകൊണ്ട് ജീവിക്കണം, എന്തിന് ജീവിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ എയിം എന്തായിരിക്കണം എന്നത് നമ്മളൊരു നിർദ്ധാരിതമാക്കിയിരിക്കണം, ലക്ഷ്യം നിർദ്ധാരിതമാക്കിയിരിക്കണം. ആ ലക്ഷ്യത്തിലേക്കാണ് യാത്ര എങ്കിൽ, അതിപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു ഹൗസ് വൈഫ് തന്നെയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു ഹൗസ് വൈഫ് എന്ത് ലക്ഷ്യം നിർദ്ധാരിതമാക്കാനാണ്? തീർച്ചയായിട്ടും ഒരമ്മയാണെന്നുണ്ടെങ്കിൽ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം സംസ്കാരത്തെ പകർന്നു കൊടുത്തുകൊണ്ട് മക്കളെ സംസ്കാര സമ്പന്നരാക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യം. ഞാൻ വളർത്തിയെടുത്ത മക്കൾ വളർന്നിട്ട് എന്നെ നോക്കണം എന്നുള്ള ലക്ഷ്യമല്ല, അവരുടെ ഡെവലപ്മെൻറ്റിലൂടെ സമൂഹത്തിന് ഞാനൊരു സമ്മാനത്തെ കൊടുക്കുകയാണ് എൻ്റെ ജീവിതം കൊണ്ട്. എന്നെപ്പോലൊരു വ്യക്തിയെ ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ദാനം കൊടുക്കുകയാണ്. എന്നെപ്പോലുള്ളതായിരിക്കുന്ന മക്കളെ, മകനെ ഞാൻ ഈ സമൂഹത്തിന് കൊടുക്കുന്നു. അവർ ഈ സമൂഹത്തിന് തണലേകുന്നുണ്ടോ, അവരുടെ കർമ്മം ശരിയാണോ എന്ന് അതിൽ അറ്റാച്ച്ഡ് അല്ലാതെ ഒരു എയിം കണ്ടാൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ജീവിതം സാർത്ഥകമാണ്. അവർക്ക് അവരുടേതായ രീതിയിലുള്ള ലക്ഷ്യം അതാണ്. അതുപോലെ തന്നെ അങ്ങനെ പോകുമ്പോഴും ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ മനസ്സിന് സന്തോഷമാവാനായിട്ടതായിട്ടുള്ളൊരു വീട്ടിലാണെങ്കിലും ആ വീട്ടിലും ഉണ്ട് പല കാര്യങ്ങളുണ്ട്. പിന്നെ ആധ്യാത്മികമായിട്ടുള്ള ഉന്നതികളുണ്ട്, സ്റ്റഡി ഉണ്ട്, തോട്ട്സ് ഉണ്ട്. അങ്ങനെ ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും ആ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആത്മ ഉന്നതിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടതായിട്ടുള്ള പേഴ്സണൽ പോസിറ്റീവ് തിങ്കിങ്ങിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പകർന്നു കൊടുക്കേണ്ട സംസ്കാരത്തിനെ കുറിച്ച് കാര്യങ്ങൾ, അതിലുമുണ്ട് പ്ലാനിങ്. അപ്പോൾ എൻ്റെ ലൈഫ് ഏത് വിധത്തിൽ വേണമെങ്കിൽ പോലും എനിക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ആ സെലക്ട് ചെയ്യുന്ന പാത്തിൽ ഞാൻ എത്തിച്ചേരേണ്ടത് ഇന്നടത്താണ് എന്ന ഒരു നിർദ്ധാരിത ലക്ഷ്യം എല്ലാവർക്കും വേണം. അത് വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കാവാം, ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുത്തശ്ശിക്ക് വേണമെങ്കിലും ഇത് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ എൻ്റെ ലൈഫ് എനിക്കിങ്ങനെ കൊണ്ടുപോകാം എന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് നിശ്ചയിക്കുന്നു അതിൻ്റെ ആധാരത്തിലാണ് എൻ്റെ ഹാപ്പിനെസ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെന്നോട് സന്തോഷിക്കണമെന്ന്, എനിക്കിഷ്ടമുള്ള പോലെ പെരുമാറിയിട്ട് ഞാൻ ഹാപ്പി ആവണം ആഗ്രഹിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരാളുടെ MD ആവാൻ സാധിക്കില്ല. നിങ്ങൾ അങ്ങനെ നടക്കണം, നിങ്ങൾ ഇങ്ങനെ പോകണം, നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ വരണം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ സ്വയമായിട്ട് മറ്റൊരാളുടെ MD ആവാൻ ശ്രമിക്കുകയാണ്. സജസ്റ്റ് ചെയ്യാം എന്ന് പറയേണ്ട അർത്ഥം നമ്മൾ കുടുംബത്തിൽ പരസ്പരം എന്താ, നീ നിൻ്റെ വഴിക്ക് പോക്കോ, എനിക്ക് എൻ്റെ വഴിക്ക് പോക്കോ, അങ്ങനെയല്ല. നമുക്ക് അഭിപ്രായങ്ങളുണ്ടാവാം, പരസ്പരം ഷെയർ ചെയ്യാം, ആശയവിനിമയം നടത്താം, അവരെന്താണ് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ നോക്കാം, പഠിക്കാൻ ശ്രമിക്കാം. തെറ്റാണെങ്കിൽ തെറ്റാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതിനർത്ഥം അവർ ഞാൻ പറഞ്ഞതുപോലെ നടന്നോളണം എന്ന് ആക്കരുത്. എന്നാൽ അവിടെ നമ്മുടെ സന്തോഷം നഷ്ടമായിട്ട് പോകും. അത് നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ശരി, അതല്ല നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും ശരി, നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും അവിടെയെല്ലാം നമുക്ക് ആരുടെ മേലെ നമ്മൾ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. അഥവാ എനിക്കിഷ്ടമുള്ള പോലെ അവർ പെരുമാറിയിട്ട് ഞാൻ ഹാപ്പി ആവണമെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിൽ എൻ്റെ എനർജി കുറവാണ്. എൻ്റെ ഉള്ളിൽ കുറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരിൽ നമ്മൾ മീൻസ് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതെ, അതുകൊണ്ടാണ് നോക്കിയ ദേവതമാരെ കാണിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദേവത ഇങ്ങനെ എടുക്കുന്ന ഒരു ദേവതനെ കണ്ടിട്ടുണ്ടോ? എല്ലാ ദേവതമാരെ കൈ നോക്കി ഇങ്ങനെ വരദാനത്തിൻ്റെ കയ്യെ കാണിക്കുക എന്നുവെച്ചാൽ അർത്ഥം കൊടുക്കുന്ന കൈകളാണ്. പക്ഷേ സത്യയുഗത്തിൽ മനുഷ്യന്മാർ ദേവന്മാരായി ജീവിച്ചപ്പോൾ കൊടുക്കുന്ന വരദാനി ഹസ്തങ്ങളായിരുന്നു ത്രേതായുഗത്തിലും. ദ്വാപരയുഗം വന്നപ്പോൾ മനുഷ്യന്മാർ ഭക്തി ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ നമ്മുടെ തന്നെ മൂർത്തികളെ വെച്ചുകൊണ്ട് മാതൃകയുണ്ടാക്കി അവരിന്ന് എടുക്കാൻ ശ്രമിച്ചു. കലിയുഗത്തിൽ വന്നപ്പോൾ മനുഷ്യന്മാർ ചോദിക്കലും കൂടിയല്ല പിടിച്ചെടുക്കലായിട്ട് മാറി. അതാണ് പൊസഷൻ അഥവാ ആധിപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ലോകത്ത് ഡേ ബൈ ഡേ മനുഷ്യൻ്റെ സന്തോഷം കുറയാൻ കാരണം.
ഇനി പലപ്പോഴും ഞാൻ പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട്, അവരവരുടെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ നന്നായിട്ട് സക്സസ് ആണ്, പക്ഷേ ഫാമിലിയിൽ വരുമ്പോൾ ഫെയിലിയർ ആണ്. പറയുന്നത് കൊണ്ടാണെന്നറിയോ, എൻ്റെ വൈഫ് ഞാൻ പറയുന്നത് കേൾക്കില്ല, എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് കേൾക്കില്ല, അവർ അങ്ങനെയാണ് ഇവരിങ്ങനെയാണ്, സോ ഐ എം നോട്ട് ഹാപ്പി. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് നമ്മളൊരു ശാസനം കൊണ്ടുവരാതെ, നമ്മുടേതായിട്ടുള്ള ചട്ടക്കൂടിനുള്ളിൽ അവരെ കെട്ടാതെ എല്ലാ വ്യക്തിത്വങ്ങളും ഈ ലോകത്ത് ഫ്രീ ഉള്ളവരാണ്. ഈവൻ നമ്മുടെ കുട്ടിയായിരിക്കാം, മകനായിരിക്കാം, മകളായിരിക്കാം, ഗൈഡൻസ് പാരൻസ് ആകുമ്പോൾ കൊടുക്കാം. പക്ഷെ അതിനർത്ഥം എൻ്റെ ഇച്ഛ പൂർത്തീകരിക്കാനുള്ള ഒരാളായിട്ട് മകളെ മകനെയോ അല്ലെങ്കിൽ ഭാര്യനെയോ ഒരു റിലേഷനും അങ്ങനെ കാണരുത്. അപ്പോൾ അവിടെയും നമ്മൾ ശരിക്കും സ്വന്തം എന്ന റിലേഷൻ നമ്മൾ മീൻസ് നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ പോലും ഒരു ഒഫീഷ്യൽ റിലേഷൻ നമ്മളവിടെ മനസ്സിലുണ്ടായിരിക്കണം. നോക്ക്, അവിടെ ഒഫീഷ്യൽ അല്ല, അത് ഒഫീഷ്യൽ മീൻസ് അത് ആദരവാണ്. ഒഫീഷ്യൽ മീൻസ് ഒരു ഓഫീസിൻ്റെ കാര്യമാണെങ്കിൽ ഓഫീസിൽ ആ കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും ഇൻഡിവിജ്വലിക്ക് വരില്ലല്ലോ. ആ സമയം എൻ്റെ മകൻ്റെയോ മകളുടെയോ കാര്യമാകുമ്പോൾ അതെന്നെ ബാധിക്കുന്നതാണ്. മകനോ മകളോ മോശമായാൽ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മോശമായാൽ ആ ഫാമിലിയിൽ ഒരാൾ മോശമായാൽ ബാക്കി എല്ലാവരും അത് ബാധിക്കുന്ന കാര്യമാണ് അല്ലേ, സ്വാഭാവികമല്ലേ? എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ ക്ലോസ് റിലേഷനിലുള്ളവരാണ്. അതിനർത്ഥം ക്ലോസ്നെസ് എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ എൻ്റെ കൈപ്പിടിക്കുള്ളിൽ മറ്റുള്ളവർ ഒതുക്കലല്ല. ക്ലോസ്നെസ് എന്ന് വെച്ചാൽ അർത്ഥം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നവരാണ്, പരസ്പരം കെട്ടപ്പെട്ടവരാണ്. അവരാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് തന്നെ. എന്നിരുന്നാലും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരും വ്യത്യസ്തങ്ങളായിരിക്കുന്ന മരങ്ങളെപ്പോലെ. റോസാ ചെടിയിൽ നിന്നൊരിക്കലും നമുക്ക് മുല്ലപ്പൂ കിട്ടാൻ പോകുന്നില്ല. രണ്ടും സുഗന്ധമുള്ള പുഷ്പങ്ങളാണ്. മുല്ലപ്പൂവിനും മുല്ലപ്പൂവിൻ്റെ വിലയുണ്ട്, റോസാപ്പൂവിന് റോസാപ്പൂവിൻ്റെ വിലയുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ ചിലപ്പോൾ റോസാപ്പൂവായിരിക്കാം, ചിലപ്പോൾ മുല്ലപ്പൂവായിരിക്കാം, ചിലപ്പോൾ ചെമ്പകമായിരിക്കാം. അപ്പം ചെമ്പകം ഞാൻ മാത്രമാണ് സുഗന്ധമുള്ളത്, നിങ്ങളൊക്കെ ചെമ്പകപ്പൂക്കളെ വിരിയിക്കാവൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തേ ഉണ്ടാവുള്ളൂ, പരസ്പരം അകന്നു പോകാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും, നമ്മുടെ മക്കളെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്, അവർക്ക് ഇൻട്രസ്റ്റ് ഏതിലാണ്. കാരണം ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും സ്വാതന്ത്ര്യമാക്കി സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരെയും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള മൂല്യം നൽകി, സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, മൂല്യം നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായിട്ടുള്ള ആ സഹായം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അല്ലാതെ എൻ്റെ ഇഷ്ടം അവർ നടപ്പിലാക്കണ ആളല്ല എന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് സംബന്ധങ്ങളിലെ സന്തോഷം കുറയുന്നത്. അങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ സന്തോഷം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ബോധ മനസ്സും രണ്ട് തലങ്ങളുണ്ട്. ഉപബോധ മനസ്സിന് ദുഃഖം ഏത് ഫാക്ടറിൽ നിന്ന് വന്നു എന്നറിയില്ല, അത് വൈബ്രേഷൻസ് ആണ് ക്യാച്ച് ചെയ്ത് വെക്കുക, ഫീലിങ്സ് ആണ് ക്യാച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ ആ ഒരു സുഖക്കുറവ് കൊണ്ടാണ് ഞാൻ ദുഃഖം അനുഭവിക്കുന്നത്. പക്ഷേ ആ ദുഃഖം എൻ്റെ ഉപബോധ മനസ്സിലേക്ക് റെക്കോർഡ് ആകുമ്പോഴത്തേക്കും അതിന് ദുഃഖം എന്നൊരു ഫാക്ടർ മാത്രമേ അറിയുള്ളൂ. ആ ദുഃഖത്തിൽ നിന്ന്, ദുഃഖം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്, ഒരിക്കലും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അല്ല. അപ്പോൾ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് പോസിറ്റീവ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം എൻ്റെ വീടിൻ്റെ ഉള്ളിലെ അന്തരീക്ഷത്തിൽ ഞാൻ വീർപ്പ് മുട്ടി വിഷമിച്ച് സങ്കടപ്പെട്ടാണ് എൻ്റെ ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വൈബ്രേഷൻസ് എന്തേ ഉണ്ടാവുള്ളൂ, നെഗറ്റീവേ ഉണ്ടാവുള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെയുള്ള ആരുമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ആയിട്ട് കൊടുക്കൽ വാങ്ങൽ സ്വാഭാവികമായിട്ടും പ്രൊജക്ഷൻ എന്തിനാ വരിക. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങും, ഹേർട്ട് ചെയ്യാൻ തുടങ്ങും. അവരെന്തിനാ അങ്ങനെ പറഞ്ഞു, അവരെന്തിനാ എന്നോട് അങ്ങനെ പെരുമാറി, അവരോട് മോശമായി പെരുമാറി. കാര്യം സിമ്പിളായിരിക്കും ഉണ്ടാവുക, അതിന് വലിയ വലിയ മാനദണ്ഡങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങും. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതായി. അവിടെ ഹാപ്പിനെസ് ഇല്ലാതാകുമ്പോൾ കുറേയും കൂടെ ദുഃഖം അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഓഫീസ് നോർക്കുമ്പോഴും എനിക്ക് ദുഃഖം, എൻ്റെ വീട് നോർക്കുമ്പോഴും എനിക്ക് ദുഃഖം. പിന്നെ മനുഷ്യൻ തിരയാൻ പോകുന്നത് എവിടെയാണ്, സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാനെ തിരഞ്ഞു പോകാൻ തുടങ്ങും. എനിക്ക് എൻ്റെ ഓഫീസിലും സന്തോഷമില്ല, എൻ്റെ വീട്ടിലും സന്തോഷമില്ല, എന്നാൽ ഞാനിനി പോയിട്ട് ഭഗവാനെ ഓർക്കട്ടെ എന്ന് പറയും. അവിടെ പോയാലും ഭഗവാനോട് പറയുന്നത് എന്തായിരിക്കും, ഭഗവാനെ എനിക്ക് എൻ്റെ അവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നു, ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നു. അവിടെയും ഓർത്തത് മുഴുവൻ എന്താണ്, ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ മാത്രം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെയും നിങ്ങളുടെ ഉള്ളിൽ ഉണർന്നു വരുന്ന വൈബ്രേഷൻസ് എന്താണ്, ദുഃഖത്തിൻ്റെയാണ്. അങ്ങനെ ഡേ ബൈ ഡേ നമ്മുടെ ഉള്ളിലിതായിരിക്കുന്ന ആ ഹോളുകളെ നമ്മൾ അടയ്ക്കാത്തിടത്തോളം കാലം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ദുഃഖത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ നിന്ന് നെഗറ്റീവ് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ പോലും നമുക്ക് യഥാർത്ഥമായ രീതിയിൽ സന്തോഷിക്കാൻ സാധ്യമല്ല. അതായത് ദുഃഖത്തിൻ്റെ ലെയർ വന്നിട്ട് സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ പോലും മൂടിപ്പോവും. ആ സമയത്ത് പോലും നമുക്ക് തുറന്ന് സന്തോഷിക്കാൻ വേണ്ടത്ര സന്തോഷിക്കാൻ പറ്റില്ല.
അപ്പം നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷിക്കാൻ പറ്റാത്ത പേഴ്സണാലിറ്റി ആകുമ്പോൾ പതുക്കെ പതുക്കെ എന്താ ഉണ്ടാവുക? ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും എപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് സന്തോഷം. അപ്പോൾ ഒരാളെ മാത്രമല്ലല്ലോ, ഈ പറഞ്ഞ ഹിസ്റ്ററി ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ അല്ലല്ലോ, ഒരുപാട് കുടുംബങ്ങളുടെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് വ്യക്തികളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുന്ന വൈബ്രേഷൻ എന്താണ്? നെഗറ്റീവ് സൈഡ് മാറും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ വന്ന് എഫക്ട് ചെയ്യുന്ന എന്തായിരിക്കും? എല്ലാവരിലേക്കും അത് ഓട്ടോമാറ്റിക്കലി വന്ന് ഈ ലോകത്തിലേക്ക് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ശരിക്കും എപ്പോഴും സന്തോഷമായിരിക്കണോ, നമ്മളെ എപ്പോഴും പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ഒരു വഴി കണ്ടെത്താൻ. ഓക്കെ, അപ്പോൾ അവനവനിലാണ് എല്ലാത്തിനും സൊല്യൂഷൻ ശരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ശരിക്കും വളരെ എന്താ പറയുക മൈന്യൂട്ടായിരിക്കുന്ന ഒരു പോയിൻ്റാണ്. പക്ഷേ അതാണ് ശരിക്കും ഈ പറയുന്ന മുഴുവൻ കാര്യത്തിൻ്റെയും അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒരു പക്ഷെ മാറ്റാവുന്ന ഒരു സൊല്യൂഷൻ. വളരെ നല്ലൊരു കപ്പലിന് തിരിക്കണമെങ്കിലേ ഒരു ചെറിയ ചക്രം മതി. വലിയൊരു വണ്ടിയെ നമ്മൾ തിരിക്കുന്നത് അതിൽ ചെറിയൊരു സ്റ്റിയറിംഗ് ആണ്. അതുപോലെ നമ്മളാകുന്ന ഒരു സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് തിരിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ലോകത്തിനെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് സിസ്റ്റർ എന്ന് പറഞ്ഞത്. വളരെ മനോഹരമായിരുന്നു. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ കഴിയാണ്. ഇന്ന് സിസ്റ്റർ പറഞ്ഞതിൽ വളരെ സ്ട്രൈക്കായിരിക്കുന്നൊരു പോയിൻ്റ് ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ചില വ്യക്തികൾ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചില വ്യക്തികൾ എപ്പോഴും ഒരേ മൂഡായിരിക്കും. മീൻസ് ഒരു മൂഡ് മീൻസ് ഒരേ മൂഡ് എന്ന് പറയുമ്പം പോസിറ്റീവ് അല്ല അതൊരിക്കലും. പോസിറ്റീവായിട്ട് ഒരേ മൂഡ് വളരെ കുറച്ച് ആളുകളെ കാണാറുള്ളൂ. പക്ഷെ നെഗറ്റീവായിട്ട് ഒരേ മൂഡ് പലപ്പോഴും പലരിലും കാണാറുണ്ട്. അതായത് എപ്പോഴും ഒരേ മൂഡി ക്യാരക്ടർ, എപ്പോഴും ഒരേ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താധാര, എപ്പോഴും ഡിസ്റ്റർബ്ഡ്, എപ്പോഴും ഇറിറ്റേഷൻ, ഇത് പലരിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജഡം, അതിൻ്റെ ബീജം എന്ന് പറയുന്നത് സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞു, അവനവൻ്റെ തോട്ട് തന്നെയാണ്, അവനവൻ്റെ പ്രതീക്ഷകളാണ്, അവനവൻ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ അവരവരെ തന്നെ ചെക്ക് ചെയ്യുക, എന്ത് കാര്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലേ. അവരവരെ തന്നെ ചെക്ക് ചെയ്തിട്ട് അവരുടെ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ അവർക്കും മാറാം, കൂടെ ഉള്ളവർക്കും മാറാം, ഓൾവേസ് ഹാപ്പി ആവാൻ പറ്റും. വളരെ മനോഹരമായിരുന്നു. അതിന് ഒരുപാട് നന്ദി. ഓം ശാന്തി. ദിവ്യദർശനം എന്ന ഈ പ്രോഗ്രാം ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ ദർശനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ വ്യക്തികളും ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തെ തന്നെ മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് ഈ പ്രോഗ്രാം ഒരു തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.